ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പഴുത്ത ചക്ക കൊണ്ട് ഒരു പൊരി എന്നൊക്കെ പറയും, ഒരു സംഭവം ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള പഴുത്ത ചക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. നല്ല മധുരമുള്ള ചക്ക. പിന്നെ അതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ശർക്കരപ്പാനിയാണ്. അത് നമുക്ക് മധുരത്തിന് ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ചില ആളുകൾക്ക് മധുരം നല്ല ഇഷ്ടമായിരിക്കും, ചില ആളുകൾക്ക് മധുരം വല്ലാതെ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് നല്ല ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്കൊന്ന് അടിച്ചെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ കുറച്ച് അരിപ്പൊടി എടുക്കുന്നുണ്ട്. അരിപ്പൊടിയും വേണം, അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയും വേണം. അപ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ചുള്ള അരിപ്പൊടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടിൻ്റെ കൂടെ തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിവിടെ ചിരകി വെച്ച തേങ്ങ ഉണ്ട്, തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ആ ചക്കയുടെ ആ ഒരു പേസ്റ്റ് ആക്കി വെച്ചത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു ടീസ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ടീസ്പൂൺ കൊണ്ട് മിക്സ് ആവണില്ല, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ടീസ്പൂൺ മാറ്റി വെച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ കൈകൊണ്ട് കുഴച്ചെടുത്ത് നമുക്ക് ഈ ഒരു പരുവത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഫ്രൈ ചെയ്തെടുക്കലാണ്. അപ്പോൾ നമുക്കൊരു പാൻ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി, എണ്ണ ഒഴിച്ച് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഓയിൽ ചൂടായി വന്നതിന് ശേഷം നമുക്കത് ഒരു ടീസ്പൂൺ വെച്ചിട്ട് നമുക്ക് ഓരോ സ്കൂപ്പ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഷേപ്പൊന്നുമില്ല, ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് ഇത് ടീസ്പൂൺ വെച്ചിട്ട് നമുക്ക് പരത്തി കൊടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് നമ്മൾ ഓരോ ടീസ്പൂൺ വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോൾ ചക്കയുടെ ഒരു സീസണല്ലോ, അപ്പോൾ വീട്ടിലൊക്കെ ചക്ക കിട്ടുമ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നമ്മുടെ മക്കൾക്കൊക്കെ ഇഷ്ടമാവും. പിന്നെ ചക്ക ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങളൊക്കെ വീട്ടിൽ ചക്ക കിട്ടുമ്പോൾ ഒന്ന് മക്കൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക, ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുക. സംഭവം നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റംസാണ്. പിന്നെ വലിയ പണിയൊന്നുമില്ലല്ലേ നമുക്ക് ഇത് ഉണ്ടാക്കാൻ. പിന്നെ ഇതിൽ കുറച്ച് ബാക്കി മാവ് ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആവിക്ക് വെച്ചിട്ട് ഒരു ഉരുള പോലെ ആക്കിയിട്ട് ആവിക്ക് വേവിച്ചെടുത്തു. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു എന്താ പറയുക, ആ ഒരു ചക്കടിയും പിന്നെ ആ ഒരു ഗോതമ്പ് പൊടിയൊക്കെ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ആവിക്ക് വേവിച്ചതും. എൻ്റെ മോൾക്ക് ഈ ഫ്രൈ ചെയ്തതിനൊക്കെ ഇഷ്ടമായത് നമ്മൾ ആവിക്ക് വേവിച്ചത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, ആ ചക്കയുടെ ഒരു ഫ്ലേവർ, പിന്നെ ആ ശർക്കരയുടെ ചെറിയൊരു മധുരവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതിൻ്റെ കൂടെ നല്ല ചൂട് കട്ടൻ ചായയും. ഇപ്പോൾ മഴയൊക്കെയല്ലേ, ഈവനിങ് സ്നാക്സ് ആയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കി. പിന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.